നേരം നോക്കി നിൽക്കാതെ അങ്ങോട്ട് വിളമ്പി കൊടുക്ക്. ചിക്കനോ മട്ടനോ ഉണ്ടാക്കാൻ മേലായിരുന്നോ? അച്ഛൻ കഴിച്ചു അച്ഛാ? ഞാൻ കഴിക്കാൻ പോലെ നീ കഴിക്ക്. വയറ് നിറച്ച് കഴിക്ക്. ആ എടിയാ ഫോൺ എടുക്ക്. മോനെ നീ കഴിക്ക്. ആ ഫോൺ ഇങ്ങോട്ട് താടി. ഹലോ സാർ. സാർ? യെസ് സാർ. യെസ് സാർ. സാർ എന്താ മോനെ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന പാർത്ഥിവിനെ കൊന്നു. അച്ഛാ, അവന് 10 മാസം പ്രായമുള്ളൊരു കുഞ്ഞുണ്ടച്ചാ. സത്യ, നീ വളരെ സൂക്ഷിക്കണം മോനെ. Karthik, sir. It's a close inshore. What machinery? Pistol ആയിരിക്കും സർ. ടുമോറോ വിൽ കൺഫേം ഇറ്റ്. ആരെങ്കിലും സംശയമുണ്ടോ? പാർത്ഥിപൻ 37, ജനിച്ചത് മട്ടാഞ്ചേരി, 8ാം ക്ലാസ്, 8 വർഷം അകത്ത് കിടന്നിട്ടുണ്ട്. നൊട്ടോറിയസ് ഫോർ ഹോം റോബറി. പൂജപ്പുരിയിൽ നിന്ന് കഴിഞ്ഞ മാസം സാർ പുറത്തു വന്നത്. ഇവിടെ ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ? കൂത്തുപറമ്പ് ബാബു ഗ്യാങ്, ഭൂപതി എന്ന് ഞൊണ്ടിയും. വാട്ട് ആർ ദേ? ബാബു മൊസൈക് മെഷീൻ കോൺട്രാക്ടറാ. ഇപ്പൊ വിയൂർ ജയിലില്ല. ഇറ്റ്സ് ഫോർ മർഡർ. ദെൻ ഞൊണ്ടി ഹോൾസെയിൽ മീൻ കച്ചവടമാണ്. 4 വർഷം അകത്ത് കിടന്നിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇതിന് കാരണം എന്താണെന്ന് വ്യക്തമായോ? കാലത്ത് 8 മണിക്ക് വെട്ടി, പിന്നെ വീണ്ടും 11 മണിക്ക് കൊല്ലാൻ വന്നു. വൈകിട്ട് കൊന്നു. അവർക്ക് ഇവൻ ചത്തുപോകണം സാർ. ഇവൻ ചത്തില്ലെങ്കിൽ അവർ പല കേസുകളിലും കൊടുക്കും. സോ വാട്ട്സ് യുവർ മൂവ്? എ ഗോയിങ് ടു സ്മെൽ ആദ്യം ഞൊണ്ടി. സത്യനല്ലേ? വാ. ഈ കേസിനെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും എനിക്ക് പെട്ടെന്ന് വേണം. യു ക്യാൻ കോൾ മീ എനി ടൈം. ഓക്കെ സർ. ഇയാളാണോ ട്രെയിനിയസ് ആയി? യെസ് സർ, ഹീസ് സത്യൻ. ഈ കേസ് തന്റെ ഡിവിഷൻ തരാനുള്ള കാരണം എന്താണെന്നറിയാം? അറിയാം സർ. യെസ്, ഇത് വലിയൊരു നെറ്റ്വർക്കാണ്. പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം സാർ. വിൽ യു? ഐ വിൽ ഡു മൈ ബെസ്റ്റ്. യാ, ഐ ആം വെയിറ്റിംഗ് ഫോർ യുവർ കോൾ. ക്യാച്ച് ഹിം സൂൺ. യെസ് സർ. നിങ്ങളുടെ ബൈക്കിന്റെ കീ എടുത്ത്. ചേട്ടാ, വിക്ടോറിയയിൽ ഏത് വർഷമായിരുന്നു? 2001 സാർ. 2001. എസ് എ ആവുന്നതിന് മുമ്പ് ഗുണ്ടയായിരുന്നു അല്ലേ? നിങ്ങളിടിച്ച 4 പേരിൽ ഒരുത്തും വാ തുറന്നു. അവന്റെ വോയിസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ചെയ്യാം സാർ. ഗുഡ്. ഡിപ്പാർട്ട്മെന്റ് റെക്കോർഡ്സിൽ നിങ്ങളുടെ അച്ഛന് നല്ല പേരാ. താങ്ക് യു സാർ. പിന്നെ BBA കഴിഞ്ഞിട്ട് അനിയത്തി വീട്ടിൽ ചുമ്മാ ഇരിക്കല്ലേ? അതെ സാർ. നിങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ പുതിയ പാലം വഴിയിൽ എളുപ്പം. എന്താ സാർ കാര്യം? ഈ ഡ്രസ്സൊന്നും മാറ്റാൻ വേണ്ടിയാ. ബൈ ദ ബൈ, ഐ എം കാർത്തിക് വാസൻ ഫ്രം AGW.
ഞാൻ ഞൊണ്ടി. നിങ്ങൾ ആര്? നിന്റെ അമ്മാവൻ. എന്തിനു വേണോ? പാർത്ഥിവനെ എന്തിനാടാ കൊന്നേ? അതാണ് എനിക്ക് വിഷമം. ഞാൻ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ അതിനു മുമ്പ് വേറെ ഒരുത്തൻ കയറി അതങ്ങ് ചെയ്തു. റിലീസായ ഉടനെ നിന്നെ വന്ന് കണ്ടിരുന്നല്ലോ. വന്നു സാറേ, നമസ്കാരവും പറഞ്ഞു. ഇനി നമ്മൾ പ്രശ്നമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. കൊട തെണ്ടിന്ന് പറഞ്ഞു. അവൻ പെട്ടെന്ന് എണീറ്റ് അങ്ങ് പോയി. നമ്മുടെ പിള്ളേര് കണ്ടിരുന്ന കൊന്നേനെ അവനെ. ഇന്ന് എന്തൊക്കെ മീനുണ്ട്? നല്ല അയലയുണ്ട്, ചൂരയുണ്ട്. ലോഡ് എത്ര മണിക്ക് എത്തി? വൈകിട്ട് 6 മണിക്ക് വന്നതാ സാർ. ഇതെന്ത് മീനാ? നെയ്മത്തിയാണ്. ഇവിടെ ആർക്കെങ്കിലും മുഖത്തിനിട്ട് ഇടി കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ മീൻ വാങ്ങിക്കാൻ വന്നതാണോ? അല്ല, മീൻ പിടിക്കാൻ വന്നതാ. ഏയ് ഇങ്ങോട്ട് വാടാ, വരാൻ. നിന്റെ പേരെന്താടാ? സോമു. നിന്റെ എടാ ഞൊണ്ടി, വാടാ. തെളിച്ച് പറയടാ. വാടാ. അല്ല, നീ ഒരു കാര്യം തല എവിടെയാ? 2 മണിക്കൂർ മുമ്പ് ആശുപത്രി വെച്ച് പാർത്ഥിവനെ ആരോ ഷൂട്ട് ചെയ്തു. തോക്ക് വെച്ചാ? ചെറിയ പയ്യനല്ല സാറേ, കൊച്ചു പിച്ചത്തോട് കുത്തിണ്ടാവും. ഇപ്പൊ അവനെ വലിയ ആളാക്കി. ആര്? അത് കണ്ടുപിടിക്കാനല്ലേ നിങ്ങൾ ഇറങ്ങിയത്? ഞൊണ്ടി, വെടിവെച്ചിട്ടും പാർത്ഥിവൻ രക്ഷപ്പെട്ടു. അതെയോ? എങ്കിൽ സൂക്ഷിച്ച് നടക്കാൻ പറ. ആരുടെയെങ്കിലും വോയിസ് കേട്ട പോലെ ഉണ്ടോ? ഇല്ല സാർ. ഷുവർ? രാജപ്പ, ഇത് ലോകു, ഇത് ദയ, നമ്മുടെ ആളാ. ലോകു, ഇവ രാജപ്പൻ, കാർത്തിയുടെ അളിയൻ. ഇയാള് നമ്മളോട് കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ കാർത്തിക്ക് നമുക്കിട്ട് താങ്ങിയാനെ. പാർട്ടിയോട് പാർത്ഥിവൻ എത്ര ചോദിച്ചേ? 15 ചോദിച്ചാൽ എങ്ങനെ കൊടുക്കുന്നേ? കൊണ്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. കാശില്ലെന്ന് വെച്ചോ നേരെ പോലീസിലേക്ക് പോവും. നീ ഫോൺ ചെയ്ത് ഒരു 10 ചോദിക്കടാ, അത് മതി. നാളെ രാവിലെ പണമായിട്ട് വരാൻ പറ. ഉച്ചയാകുമ്പോഴത്തേക്ക് മീൻ തിരിച്ചയച്ചേക്കാം. ഫോൺ ചെയ്യടാ. മോഹൻ സാറല്ലേ? രാവിലെ സംസാരിച്ചില്ലേ? അവിടെ ഇരുന്നുകൊണ്ടാ സംസാരിക്കുന്നത്. ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് കേൾക്കണം. നിക്ക് 15 വേണ്ട, 10 കൊടുത്താ മതി. പോലീസ് അറിയില്ലല്ലോ. ദരിയുടെ വേല കാണിച്ച പെണ്ണിനെ കിട്ടില്ല, പറഞ്ഞേക്കാം. അപ്പൊ നാളെ രാവിലെ എവിടെ വരണമെന്നാ പറയേണ്ടത്? പിന്നെ സ്വപ്ന തിയേറ്റർ അറിയില്ലേ? മണിച്ചിത്രത്താഴ് ഓടുന്ന തിയേറ്റർ. രാവിലെ 11:30 ചുവന്ന ഷർട്ട് വിട്ട് ആ എൻട്രൻസിന്റെ അവിടെ വന്ന് നിൽക്കണം. ഹെൽമെറ്റ് വെച്ച ഒരാൾ വന്ന് ബ്ലാക്ക് ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. അയാളുടെ പണം കൊടുത്തേക്കണം. എന്നിട്ട് നേരെ വീട്ടിലേക്ക് വെക്കൂ. 1/2 മണിക്കൂറിനുള്ളിൽ തന്റെ മോള് തന്റെ വീട്ടിലെത്തിയിരിക്കും. പണം പ്ലാസ്റ്റിക് കവറിനകത്തിട്ട് കൊണ്ടുവന്നാ മതി. എന്താ പറഞ്ഞൊക്കെ മനസ്സിലായല്ലോ? എന്നാ സംസാരിക്ക. മോഹൻ സാറേ, വീണ്ടും പറയാണ്, ഡബിൾ ഗെയിം കളിച്ച സംഗതി വഷളാകും കേട്ടാ. എന്നാ വയ്ക്കട്ടെ.